ഇവൻ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത് S22 Ultra 14,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു ഗജവീരനെ കാണാം. 2 ഗജവീരനല്ലേ അല്ലേ? 13 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ് ഇങ്ങനെ ഇത്രയും ഗൈസ്? അപ്പോൾ ഇത് 2 അതിഥിയാണ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളത്. ഇവൻ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത് S22 Ultra 5G സ്മാർട്ട് ഫോൺ, 12 GB റാം, 256 സ്റ്റോറേജ് വരുന്നുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, എത്ര രൂപയാണെന്ന് അറിയാമോ ഗൈസ്? 14,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 14,000 രൂപയ്ക്കാ? എങ്കിൽ അത് കൊള്ളാമല്ലോ അല്ലേ? 14 രൂപയ്ക്ക് S22 Ultra, അതോ S23 പോലെ ഇരിക്കല്ലേ സാധനം? അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടാവും. അപ്പം അടുത്തൊരു ഗജവീരനെ കാണാം. 2 ഗജവീരനല്ലേ അല്ലേ? ഇത് വന്നിട്ട് ഫ്ലിപ്പ് 3 ആണ്. സാംസങ് ഗാലക്സി ഫ്ലിപ്പ് 3 5G സ്മാർട്ട് ഫോൺ. ഇത് വന്നിട്ട് 8 GB റാം ഉണ്ട്, 256 സ്റ്റോറേജ് ഉണ്ട്. എത്ര രൂപ വില ഗൈസ്? ഇതിൻ്റെ വില വന്നിട്ട് 13 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ? ഇതിലും കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഈ സാധനങ്ങളൊക്കെ ഇതിലും കുറച്ച് വില കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴുള്ള സംഭവം എന്ന് വെച്ചാൽ അപ്പം 2-3 പീസൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ആർക്കും വേണ്ട. കുറേ ദിവസം ഇരുന്നില്ല, ഒരു മാസത്തോളം ഇരുന്നിട്ട് അതിന് ശേഷമാണ് നമ്മളെ വീഡിയോ എത്തേണ്ട ആൾക്കാരുടെ എത്തിയത്. അപ്പോഴാണ് വാങ്ങിയിട്ട് പോയത് ഗൈസ്. അതേപോലെ ഒരുപാട് ദിവസമൊക്കെ ചിലപ്പോൾ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇത് വന്നിട്ട് ഗൈസ്, ഇത് വന്നിട്ട് 13 രൂപ പ്രൈസ് വരുന്ന സാധനമാണ് ഫ്ലിപ്പ് 3. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ അല്ലേ? ഉപയോഗിക്കാൻ കൊള്ളാം കേട്ടോ. ഞാൻ ഉപയോഗിച്ചൊക്കെ നോക്കി, ഉപയോഗിക്കാൻ പക്കയാണ് സാധനം. കോളിംഗ് പർപ്പസ് എല്ലാം പക്കയാണ്. പിന്നെ ഇതിലെന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോഡി കണ്ടീഷനും കൊള്ളാം. ബോഡി കണ്ടീഷനും സൂപ്പറായിട്ടിരിപ്പുണ്ട്. ഈ ഫസ്റ്റ് ഓപ്പണിങ്ങിൽ തന്നെ അതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലേ, ഇവിടെ ഒരു ചെറിയൊരു വൈറ്റ് പോലെ ഇരിക്കുന്നതുണ്ടോ? എന്താണെന്ന് അറിയാമോ? അതിൻ്റെ ആ ഷീൽഡ് ഇളവിയിരിക്കുന്നതാണ്, ഫ്ലൈറ്റിൽ നിന്ന് ഇളവിയിരിക്കുന്നത്. അത് കുഴപ്പം ഇളവി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. പെയിൻറ്റ് അതിലൊട്ടി, ഗ്ലാസ് മാത്രമായിട്ട് ഇങ്ങനെ ഇളവിയിരിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒരു ചെറിയൊരു ഇത് കാണിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇതിൽ ഫ്ലിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേക്കകത്ത് 1 2 3 4 5 ലൈനുണ്ട് അല്ലേ, ഗ്രീൻ ലൈനുണ്ട്. ഇത് അപ്ഡേറ്റിലാണോ വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലല്ലോ വന്നത്. ഇതൊരാൾ നമ്മളുടെ ഇങ്ങനെ കൊണ്ട് തന്നതാണ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് അപ്ഡേറ്റിലൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൽ സ്റ്റോറേജ് അറിയാമല്ലോ, 8 GB റാം, 128 സ്റ്റോറേജ്. സാധനം കൊള്ളാം, ഉപയോഗിക്കാൻ കൊള്ളാം. പിന്നെ ഡിസ്പ്ലേക്കകത്തെ ഇവിടെ ഒരു കറുത്ത ഡോട്ടുണ്ട്. ഞാൻ ഈ കറുത്ത ഡോട്ട് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ കിടക്കണം ഓവല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നീക്കി ഐഫോണിലൊക്കെ അങ്ങനെ നീക്കി സാധനം ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ കുറേ നേരം അങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് അത് അനങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ഡിസ്പ്ലേയിൽ ഒരു ബ്ലാക്ക് ഉണ്ട് അല്ലേ, ഈ ഭാഗത്ത് ചെറിയൊരു ബ്ലാക്ക് കിടന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് ഉണ്ട്, 5 ലൈനും ഉണ്ട്. ഫ്രീ. പിന്നെ ഇതിലെടുത്ത് പറയാനായിട്ട് വേറെ ഡിഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ തന്ന ആൾ പറഞ്ഞത്, ഇത് ഞാൻ ചോദിച്ചു, ഇത് ഇനിയും വലുതാവാൻ ചാൻസ്, നിങ്ങൾക്കും ഡൗട്ട് കാണൂലേ? നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ആണല്ലോ, ഈ ലൈൻ ഇനിയും കൂടുമോ, ഇതിനിയും ബ്ലാക്ക് സാധനം ഇനി വലുതാവുമോ എന്ന് നോർമലായിട്ടുള്ള ചോദ്യമല്ലേ, എല്ലാവരും ചോദിക്കും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അതേ ചോദ്യം കൊണ്ടുവന്ന ആളെടുത്ത് ചോദിച്ചു, ഇതിനി വലുതാവുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ലാസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഫ്ലിപ്പ് എപ്പോഴും ഇട്ട് ഇങ്ങനെ മടക്കുകയും തുറക്കുകയും ചെയ്ത് അങ്ങനെ വെച്ചാൽ കുറച്ച് ദിവസം അടിപൊളിയായിട്ട് ഉപയോഗിക്കാമെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പം നമുക്ക് ഈ ഫ്ലിപ്പ് വാങ്ങിക്കുന്നത് തന്നെ മടക്കാനും തുറക്കാനും അടയ്ക്കാനും ഒക്കെ അല്ലേ. അപ്പം മടക്കല്ലേ തുറക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ മടക്കിയാൽ പിന്നെ തുറക്കാൻ പറ്റൂലേ? അല്ലാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, സാധനം പൊളി. 13 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 256 സ്റ്റോറേജൊക്കെ ഉണ്ട്. 11 രൂപയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗൈസ്, 11 രൂപയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യേ. സാധനം പൊളി സാധനം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത S22 Ultra. ഇതിൽ വേറെ ബോഡി കണ്ടീഷൻ നോക്കിയാണെങ്കിൽ കൊള്ളാം കേട്ടോ. ഇതും അതേപോലെ തന്നെ 12 GB റാമാണ്, 12 GB റാമിൽ 256 സ്റ്റോറേജ് പറഞ്ഞ ഈ ഒരു സാധനമാണ് S22 Ultra. ഇത് വന്നിട്ട് കാണാൻ S23 പോലെ ഇരിപ്പുണ്ട്. ക്യാമറ ക്വാളിറ്റി ഉണ്ടോ നോക്കാം. സൂമിങ് പൊളി കേട്ടോ, പക്ക ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നതിൽ ഡിസ്പ്ലേ ചേഞ്ചിലാണോ എന്നൊരു ചെറിയൊരു സംശയമുണ്ട്. എന്ന് വെച്ചാൽ ക്വാളിറ്റി ഒരു മ്ലാനത, പക്ഷേ അതിങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. എനിക്ക് തോന്നിയതാവാം.
എനിക്കങ്ങനെ തോന്നുന്നു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തപോലെയൊക്കെ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ല സെൽഫി എല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 14,000 രൂപയിലെ പ്രൈസ് വരുന്നത്. ഇതാ ഈ ഭാഗത്ത് കണ്ടില്ലേ ഡോട്ടൊക്കെ ഉണ്ട് ഡിസ്പ്ലേയിൽ. ഇതാ ഈ ഭാഗത്ത് സെയിം ഡോട്ട്, ഇതാ ഈ മോൾ ഭാഗത്ത് ഡോട്ട്, ബ്ലാക്ക് ഡോട്ട്, ഇവിടെ ഡോട്ട്. ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. പെന്ന് കത്തി വാൾ ഊരിയെടുത്ത് പെന്നൊക്കെ വർക്കിങ്ങ. പിന്നെ ഗെയിമിങ്ങിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗെയിം കളിക്കാനൊക്കെ കൊള്ളാമെന്ന് തോന്നുന്നു. 14 രൂപ പ്രൈസ് വരുന്നു. ഇത് കോപ്പിയൊന്നുമല്ല, ഒറിജിനൽ സാധനമാണ്. ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാതെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും. എനിക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. സാധനമൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം, ഉപയോഗിക്കാൻ ഈ ഇരിക്കുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കാൻ കൊള്ളാം. 14,000 രൂപയാണ് പ്രൈസ് വരുന്നത്. S22 Ultra. അത് നമുക്ക് വേണമെങ്കിൽ ഒരു പൗച്ചൊക്കെ ഇടാം, ഒരു ആനത്തൊട്ടിയൊക്കെ വാങ്ങിച്ച് ആനയ്ക്ക് ഇട്ട് കൊടുക്കാം, ഇതുവേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു സാധനം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ S22 Ultra? അതേപോലെ ഫ്ലിപ്പ് 3 ആവശ്യമുണ്ടോ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്? അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് എന്നെ കണ്ട കഴിഞ്ഞല്ല, ഇനിയിപ്പോൾ എന്നെ വിളിക്ക്. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് വാങ്ങിച്ചോ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇതിന് വേറെ എന്തെങ്കിലും വരട്ടെ, അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് വരും. അപ്പോൾ അവസ്ഥയെ കണ്ടല്ല. ബൈ.